കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രിയെയും പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തത്. എന്നാൽ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഈ വിവരം പുറത്തു വരുന്നത്. SITക്ക് എന്തോ ഒളിച്ചു വെക്കാനുള്ളതുപോലെ ഒരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പത്മകുമാർ ജാമ്യത്തിന്റെ ഭാഗമായി അപേക്ഷ കൊടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ശവന്തീനികൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊരു ദുരൂഹതയുടെ കാണാകയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഈ വിഷയം കൊണ്ടുപോകുന്നതായിട്ടാണല്ലോ തോന്നുന്നത്. ഇതിനകത്ത് SITയെ ശബരിമല കൊള്ളയ്ക്കകത്ത് നമുക്കെല്ലാം തോന്നുന്നത് പോലെ സംശയത്തിൻ്റെ അല്ലെങ്കിൽ ശബരിമല കൊള്ള അന്വേഷണം SIT വേണ്ട വിധത്തിൽ വൃത്തിയായിട്ട് നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഇപ്പം പരസ്യമായിട്ട് എല്ലാവർക്കും തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു രഹസ്യമാണ്. കോടതിക്ക് പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ ഏൽപ്പിച്ചവർ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. കോടതി പറഞ്ഞണക്കാൽ പോലും അതിൻ്റെ കാര്യം നിഗൂഢത അതിനകത്തുള്ള ആൾക്കാരെ വിളിച്ചെത്ത് കൊണ്ടുവരുന്നതിന് സാധിക്കുന്നില്ല. അത് കോടതിക്ക് പറയാനൊക്കുമോ? നമ്മുടെ സംവിധാനവും സിസ്റ്റവും എല്ലാം കുഴപ്പമാണെന്ന് അങ്ങ് പൊതുവെ സമ്മതിക്കാനൊക്കത്തില്ല. എന്നാലും കോടതി പിടിച്ചിട്ട് കുടയുകയാണ്. ഇത് കണ്ടില്ലയോ? ഹൈക്കോടതി മറ്റേ കോടതി കുടഞ്ഞ് ഇപ്പോൾ 2 വെളിയിൽ കിടക്കുന്നുണ്ട്. ഏതാ? തന്ത്രിയും മേൽശാന്തിയും. ബാക്കിയുള്ളതിനെയൊക്കെ അവർ പറഞ്ഞതനുസരിച്ച് അകത്ത് കൊണ്ടുവന്നു. പക്ഷേ പപ്പൻ പറഞ്ഞതുപോലെ ഹൈക്കോടതി ചോദിച്ചു, പപ്പനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് എന്ത് ലോജിക്കുക? അയാളുടെ കൂടെ ആ വിഷയത്തിനകത്ത് നിന്നോ 2 പേരെ. അപ്പോൾ ഒരാളെ പിടിച്ചു, ഇനി ഹരിശങ്കറിനെ പിടിക്കാൻ കിടക്കുക ആ രാജ്യയുടെ. അപ്പം ഇത് എവിടെ വെച്ചോ അങ്ങ് ക്ലോസ് ചെയ്യാൻ ധൃതി പിടിക്കുന്നു. എവിടെ വെച്ചോ ശബരിമല വിഷയം ധൃതി. അതിനകത്ത് ഗൂഢാലോചനയും ഇല്ല, കടൽ കടന്നതുമില്ല, കോടികളുടെ ഇടപാട് നടന്നതുമില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം നടത്തിയ ഒരു സംവിധാനമായിട്ട് വരുന്നു. ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, എന്തിനാ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് രഹസ്യമാക്കിയത്? എന്തിനാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്ത് രഹസ്യമാക്കിയത്? എന്തിനാണ് പ്രശാന്തിനെ ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത പ്രാവശ്യം കൂടി ഈ വിഷയം വന്നപ്പോൾ നമ്മുടെ CPM തീരുമാനിച്ചു, ഇതിനകത്ത് CPMനകത്ത് അല്ലെങ്കിൽ ഒരു പങ്കുമില്ല, കൊള്ളയില്ല, എല്ലാവരും വെളിയിൽ വരട്ടെ എന്നുള്ള നിഗമനമാണ്. പ്രശാന്ത് വീണ്ടും ഒരു ടേൺ കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നിടത്ത് പെട്ടെന്ന് ആ തീരുമാനം മാറ്റാനുള്ള കാര്യം എന്തോ? അന്വേഷിച്ചപ്പം SIT ഓടി വരും പ്രശാന്തിൻ്റെ അടുത്തോട്ട്. കാരണം ഈ വിഷയം ഇപ്പം ഏറ്റവും അവസാനം പ്രശാന്തിനകത്ത് പോലും ഇതിനകത്ത് പങ്കുണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രക്രിയ തുടർന്നു കൊണ്ടേ പോകുന്നു എന്നാണ് മനസ്സിലായത്. അതായത് പ്രശാന്തിനെ എപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കിയിരുന്നാൽ മതി എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ശനിയാഴ്ച ചോദ്യം ചെയ്തു, പ്രശാന്തിനെ ചോദ്യം, കടകംപള്ളിയെ ചോദ്യം ചെയ്തു. കടകംപള്ളിയെ ചോദ്യം ചെയ്തുകൂടെ? അപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടിയെ വിളിച്ചിരുത്തി മണിക്കൂർ ചോദ്യം ചെയ്തില്ലേ? അതൊന്നും പരസ്യമായിട്ടല്ലായിരുന്നു. ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്ത കാര്യം എന്തിന് രഹസ്യമായിട്ട് വെച്ചു? ഇപ്പം മാധ്യമങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. പ്രശാന്തിനെ ചോദ്യം ചെയ്ത് എന്തിന് രഹസ്യമായിട്ട് വെച്ചു? ഇന്ന് പപ്പന്റെ റിമാൻഡ് കാലാവധിയുടെ ദിവസമായിരുന്നപ്പോൾ കോടതിയിൽ ഹാജരാക്കി പപ്പൻ പറഞ്ഞത് എല്ലാ അയ്യപ്പൻ ചോദിച്ചോളും. പപ്പന്റെ ഗതികേടാ, എല്ലാ അയ്യപ്പൻ ചോദിച്ചോളും. ശവന്തീനികളാണ് ഇതിന്റെ പുറകിൽ. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന ശവന്തീനികളും ദൈവതുല്യരും ഒരാളാണോ? പപ്പൻ അന്നേരം പറഞ്ഞ എല്ലാ അയ്യപ്പൻ ചോദിച്ചോളൂ. അതിന്റെ അർത്ഥം എന്തുവാ? എല്ലാ അയ്യപ്പൻ, അതിന്റെ അർത്ഥം ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടല്ലോ. പപ്പൻ പറഞ്ഞ, പപ്പനെ കൊണ്ട് ഇത് ചെയ്യിച്ച, പപ്പൻ ഉണ്ണികൃഷ്ണൻ പേറ്റി കൊടുത്ത നോട്ടീസിന് ഡയറക്ഷൻ പപ്പന്റെ മുമ്പിൽ വന്ന, അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഈ ഡയറക്ഷൻ അനുസരിച്ചാണ് ചെയ്തത്. ഞാൻ പറഞ്ഞാൽ കേൾക്കേണ്ടതായിട്ടുള്ള നിങ്ങൾ ദൈവതുല്യരെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. അപ്പം നിങ്ങൾ ദൈവതുല്യരെന്ന് വിചാരിക്കുന്ന ആൾക്കാരിനകത്ത് ഒന്ന് സാധാരണക്കാരന്, ഇപ്പം ഞാൻ അഹമ്മദ് മാഷി വിചാരിക്കുന്നത് എനിക്കറിയില്ല, ഞാനൊക്കെ അല്ലെ എൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഹിന്ദുക്കളൊക്കെ ദൈവതുല്യമായിട്ട് വിചാരിക്കുന്ന ഒരാളാ തന്ത്രി. CPMമാർ ദൈവതുല്യമായിട്ട് വിചാരിക്കുന്ന ആളാ ഒന്നെങ്കിൽ പിണറായി വിജയൻ അല്ലെ കടകംപള്ളി സുരേന്ദ്രൻ. അപ്പം 2 ഭാഷയായല്ലോ, ഇവരൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. അപ്പം ഉണ്ട്. അപ്പം ഇപ്പം അത് ഉണ്ട്. എത്ര പിടിച്ചണക്കെ നിൽക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രവുമല്ല, ഇതിനകത്ത് ഈ കൊള്ള, ഞാൻ പറഞ്ഞത്, ഈ കൊള്ള കോൺഗ്രസിനകത്തും BJPക്ക് അകത്തും ഉള്ളവരുമുണ്ട്. ഈ ശബരിമല കൊള്ള മാത്രമല്ല, പുറകോട്ടുണ്ട്. അതും പപ്പൻ ചൂണ്ടിക്കാണിച്ചു. അതിനകത്തും ഒതുക്കാൻ നോക്കുമ്പോൾ അതും വേണ്ട. അതിനല്ലേ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞു. രമേശ് ചെന്നിത്തല പരാതി കൊടുത്തു കഴിഞ്ഞു. രമേശ് ചെന്നിത്തല പരാതി കൊടുത്തതിന് ശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്നോന്നില്ലയോ? ഇവിടെ നടക്കുന്ന മൊത്തം കാര്യമൊക്കെ വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇപ്പോൾ ചവിട്ടണ്ടവൻ ചവിട്ടിയാൽ അവിടം വെച്ച് നിൽക്കുമെന്ന് അറിയാമല്ലോ. എന്നാലൊന്ന് ആഞ്ഞ് ചവിട്ടിയാലേ നിൽക്കത്തുള്ളതെന്നുള്ള രീതി രമേശ് ചെന്നിത്തല ഇറങ്ങിയിട്ടുണ്ട്. വ്യവസായിയെ കൊണ്ട് പറയിച്ചു, മണിയുടെ കാര്യം പറയിച്ചു, സുബ്രഹ്മണ്യത്തിന്റെ കാര്യം പറയിച്ചു. ഈ മണിയെ സുബ്രഹ്മണ്യത്തെയും കഴിഞ്ഞ ദിവസം വരെ അവിടെ പോയി ചോദ്യം ചെയ്യുന്നതൊക്കെ നമ്മുടെ SITക്ക് ഒന്നും കിട്ടിയില്ല സാറേ. അപ്പൊ വീണ്ടും ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞു CBI അന്വേഷിക്കട്ടെ. അപ്പം അന്വേഷണത്തിന് പിടി. CBI അന്വേഷിച്ചാൽ നമുക്കൂടെ പണി വീഴുമല്ലോ. അപ്പൊ ഇന്ന് മണിയും സുബ്രഹ്മണ്യത്തെ പിടിച്ചിട്ട് ഇന്ന് വൈകിട്ട് മിക്കവാറും മണി സുബ്രഹ്മണ്യം അകത്ത് വരും. അപ്പോഴും നടക്കാൻ പോലെ എന്താ പറയാ, ആ മണി സുബ്രഹ്മണ്യത്തിൽ വെച്ചിട്ട് നമ്മൾ പറയത്തില്ല ഇവിടെ നിൽക്കട്ടെ, അല്ലെ ചില കയറുപട്ടിയ കാളവണ്ടി പോകത്തില്ലേ, ഇവിടെ നിൽക്കട്ടെ.
അവിടെ നിർത്താൻ നോക്കും. അപ്പൊ ഇനി ആരെങ്കിലും വേണ്ടപ്പെട്ടവർ ഇതിന്റെ പുറകിൽ വന്നാൽ സാർ ഇതൊരു വല്ലാത്ത സംഭവമാണ്. നമ്മൾ പറയത്തില്ലേ, നമുക്ക് പിടിക്കാൻ പറ്റുന്ന സാധനമല്ല കേട്ടോ, നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു എന്ന് വെച്ചാൽ ഇത് നടക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ അന്താരാഷ്ട്ര വിഗ്രഹ റാക്കറ്റാ. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ളതാണ്. അതായത് ഇന്ത്യയിലുടനീളമുള്ള അമ്പലങ്ങളിൽ നിന്നുപോലെ ആന്റിക്കിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഉള്ള വിഗ്രഹങ്ങൾ കടത്തുന്ന റാക്കറ്റിന്റെ ഭാഗമായിട്ടുള്ള റാക്കറ്റ് തന്നെയാണ് ഇതിന്റെ പുറകിൽ. സോണിയാഗാന്ധി ഉണ്ടാകാം, സോണിയാഗാന്ധിയുടെ വാദ്ര ഉണ്ടാകാം, അവർ ഉദ്ദേശിക്കുന്ന പോലെ ഇറ്റലിയിൽ അല്ലെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും കുടുംബം അവിടെ എന്തോ കാര്യം ഇവനെ ചോദ്യം. അപ്പോൾ ഇത് റാക്കറ്റ് നമ്മൾ പറയത്തില്ലേ, ഇതിന്റെ പുറകിൽ നിൽക്കാൻ അന്വേഷിക്കാൻ ഒരുപക്ഷെ ഇതിന്റെ വലിപ്പം കണ്ടപ്പോൾ ഈ ശ്രീകൃഷ്ണന്റെ വാ തുറന്നപ്പോഴാണല്ലോ അമ്മയ്ക്ക് മനസ്സിലായത് ഇത് ഭഗവാൻ, ഇത് എൻ്റെ കുഞ്ഞൊന്നുമല്ല, ഇത് ഭഗവാനാ അല്ലെങ്കിൽ മഹാവിഷ്ണുവാന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഇത് ചോദ്യം ചെയ്തപ്പോൾ ഒരുപക്ഷെ പപ്പനെ ചോദ്യം ചെയ്തപ്പോഴും ഏറ്റവും അവസാനം മണിയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ പറഞ്ഞാണ്, അയ്യോ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതല്ല, ഇത് നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ല, നമ്മൾ ഇതിൻ്റെ പുറകെ പോയി, നമ്മളും പോയി, നമ്മുടെ കുടുംബവും പോയി, നമ്മുടെ പരിപാടിയും പോയി, ഇതിനൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമ്മുടെ കുടുംബവും രക്ഷപ്പെടും, നമുക്കും അടിസ്ഥാന ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് എന്ന് വിചാരിക്കേണ്ടി വരും. ഏതായാലും ശബരിമല കൊള്ള നമ്മൾ വിചാരിക്കാത്ത മാനത്തിലേക്കാണ് പോകുന്നത്. ഈ രമേശ് ചെന്നിത്തല കൊണ്ടിട്ട് കൊടുത്തണക്കെയും അവിടെ ചവിട്ടുന്നു, ആണം നീക്കാൻ പറ്റാത്ത രീതിയിൽ. രമേശ് ചെന്നിത്തല ഇപ്പം ഇന്നിപ്പം സാറ് നോക്കിക്കോ, വൈകിട്ടാകുമ്പോഴത്തേന് ഈ മണിയെയും സുബ്രഹ്മണ്യത്തെയും അറസ്റ്റ് ചെയ്യാം, അവിടെ കൂടെ നിർത്താൻ നോക്കും. ഇപ്പം മണിയും സുബ്രഹ്മണ്യവും ഒക്കെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ പപ്പനൊക്കെ വിളിച്ച് പരസ്യമായിട്ട് പറയും, അടുത്തതിൻ്റെ റിമാൻഡ് 15 ദിവസം കൊണ്ടുവരുമ്പോൾ പപ്പൻ്റെ അടുത്ത് ചോദിച്ചാൽ പപ്പൻ പറയും ഇതിനകത്ത് കടകംപള്ളി ഉണ്ടായിരുന്നു ചിലപ്പോൾ പറയും, ഞാൻ കടകംപള്ളി അപ്പൊ അതിനു മുമ്പേ ചോദ്യം ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ ആണ്. ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല, ഇതിന്റെ പുറകിൽ ആള് നിന്ന് കൃത്യമായിട്ട് അടിച്ചാൽ മാത്രം ഒരുപക്ഷെ ഒരു പരിധി വരെ, എന്നാലും ഇതിന്റെ ഫുള്ള് വരത്തില്ല. ഇത് ഇന്ത്യ മൊത്തം നടക്കുന്ന ഒരു റാക്കറ്റിന്റെ പ്രവർത്തനമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പോറ്റിയും ഒരു തന്ത്രിയും ഒന്നും വിചാരിച്ചാൽ നടക്കുന്ന സംഭവമല്ല. സാർ, ഇതിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന കാര്യം 2 ദിവസം കഴിഞ്ഞ് പുറത്തു വരുന്നു എന്നതിൽ വലിയ ദുസൂചനയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് മൊത്തത്തിൽ കടകംപള്ളിയെ കുറിച്ച് ഒരിക്കൽ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു സ്ത്രീ പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത വ്യക്തി എന്നാണ്. എന്നാൽ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വ്യക്തി എന്ന രീതിയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് നാളെ പറയേണ്ടി വരുന്ന ആംഗിളിലേക്ക് കാര്യങ്ങൾ പ്രവേശിക്കുന്നുണ്ടോ? ഇതിലിപ്പോ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്തയിൽ ആരാണ് പ്രതി എന്ന കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ തുടക്കത്തിലേ സംശയിക്കപ്പെട്ട 2 പേരാണ് കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തും. ഈ 2 പേരെ ചോദ്യം ചെയ്തത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ അറിഞ്ഞില്ല? അത് ആരുടെ പരാജയമാണ്? ഒരിക്കലും ഒരു SITയും ഒരു IBയും ഒരു CBIയും ഞങ്ങൾ ഇന്ന ആളുകളെ ഇന്ന സമയത്ത് ചോദ്യം ചെയ്യുന്ന ആരെയും അറിയിക്കാറില്ല. അത് മണത്ത് പിടിക്കേണ്ടത് മാധ്യമങ്ങളുടെ പണിയാണ്. ഇനി വേറൊരു കൂട്ടർ പറയും, ആരെന്നറിയോ? ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാർ പറയും, ഞാനിതാ നാളെ രാവിലെ 8 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് ഔദ്യോഗികമായി അറിയിക്കും. അതൊരു ആർജവമാണ്, അതൊരു ഉത്തമ ബോധ്യമാണ്. ഞാൻ പോയി ഇരിക്കാൻ ബാധ്യസ്ഥനാണ്, എൻ്റെ രാജ്യത്തിന്റെ നിയമസംഹിതയാണ്, നിയമ സംവിധാനമാണ്. അതിനു മുമ്പ് ചെന്ന് മുഖ്യമന്ത്രി ആവട്ടെ, ഞാൻ 8 മണിക്കൂർ ഇരുന്നില്ലേ തുടർച്ചയായിട്ട്? അതൊക്കെ ഒരു അപാരമായ മാതൃകയാണ്. അപ്പൊ 2 സാധ്യത ഇതിനകത്തുള്ളൂ. ഒന്നുകിൽ മാധ്യമങ്ങൾ മണം പിടിച്ച് കണ്ടെത്തണം. ഒന്ന്, ഇതിലിപ്പോ ആരായിരിക്കും കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ SITയുമായിട്ട് ഒരു സ്വകാര്യമായി, സാറേ ഞങ്ങൾ സ്വകാര്യമായിട്ട് വന്നിട്ട് രാത്രിയോ പാതിരാക്കോ വന്ന് കണ്ടോളാം, ദയവായിട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കടകംപള്ളിയും PS പ്രശാന്തും പറഞ്ഞിട്ടുണ്ടാവും. അതിനൊരു പക്ഷേ മുഖ്യമന്ത്രി ചെറിയ സൗകര്യമൊക്കെ ചെയ്തും കൊടുത്തിട്ടുണ്ടാവും. ഇന്നതായിരിക്കും മൊഴി അവരങ്ങ് ചെയ്തു. അത് കണ്ടെത്തേണ്ടത് ആരായിരുന്നു സത്യത്തിൽ? ഇത് മാധ്യമങ്ങളുടെ ദയനീയമായ പരാജയമാണ് ഈ അർത്ഥത്തിൽ. അത് മാത്രം ഈ വാർത്തയിലെ ഈ അന്വേഷണ പരമ്പരയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇവർക്ക് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ശനിയാഴ്ച കണ്ടെത്തിയത് ഇന്നിപ്പോ ചൊവ്വാഴ്ചയല്ലേ? എത്ര ദിവസം കഴിഞ്ഞു? എന്ത് മാപ്രകളാണ് ഈ പണി? ഇവരെ എന്തിനു കൊള്ളാം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPM എന്ന പാർട്ടിക്ക് ഇതിൽ സാറ് പറഞ്ഞതുപോലെ ഗുരുതരമായ പേടിയുണ്ട്. ഇനി ആരൊക്കെ അകത്താകും എന്ന് കൃത്യമായ പേടിയുണ്ട്. അതുകൊണ്ടാണല്ലോ CPM മൂടി വെക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാലോ, ദാ എൻ്റെ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരെയും ചോദ്യം ചെയ്യാൻ പോകുന്നു. ഈ പാർട്ടിയിൽ ദേവസ്വം മന്ത്രിയെ നാളെ ചോദ്യം ചെയ്യും, ദേവസ്വം പ്രസിഡന്റിനെ മറ്റന്നാൾ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞൂടെ? വിശ്വാസമില്ല എന്നുള്ളതിന്റെ തെളിവാണ് സാറ് പറഞ്ഞത്. PS പ്രശാന്ത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് ചെയർമാനായി കഷ്ടപ്പെട്ട അവിടെ അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിച്ച് വിയർത്ത് കുളിച്ച് ചങ്കുപൊട്ടി നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ആ പോസ്റ്റിൽ നിന്ന് നീക്കുന്നത്?
അയാൾ കുറ്റവാളിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ്, കണ്ടെത്തുന്നതിന് മുമ്പ് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയല്ലേ ഇവൻ കൊള്ളൂല, ഇവൻ കള്ളനാണ് എന്നല്ലേ എൻ്റെ അർത്ഥം. അത് എന്നിട്ടാണല്ലോ താരതമ്യേന ഭേദപ്പെട്ട ഇമേജുള്ള IAS. വേറെ കാര്യമുണ്ട് സാറേ, അതിനകത്ത് സാർ അങ്ങനെ പറയരുത്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി വാർത്തയ്ക്ക് കാഠിന്യം കുറയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അത് മനസ്സിലാക്കി. അല്ല ശരിയായിരിക്കും. ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ, ഇത് സത്യത്തിൽ ഗവൺമെന്റിന് അന്തസ്സുണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഒരു പാഠം പഠിക്കണമായിരുന്നു. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി പറയണം ആരൊക്കെയാണ് SIT തരുന്ന ലിസ്റ്റ് അനുസരിച്ച് ഇതാ വരിയായി ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പോയി ഇരുന്ന് കൊടുക്കും. നാളെ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്, മറ്റന്നാൾ പോകുന്നത് PS പ്രശാന്താണ് എന്ന് പറയണമായിരുന്നു. പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാ സാർ? ഈ പറഞ്ഞ പേടിയാണ്. ആരൊക്കെ പോകും എന്ന് ഇവർക്ക് തന്നെ അറിഞ്ഞൂടാ. ഇതാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളത് ഇതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു U-ടേൺ വരികയാണ്. ഇത് സാറ് അതാണ് സത്യത്തിൽ നമ്മുടെ എല്ലാ കേസ് അന്വേഷണങ്ങൾക്കും വരാൻ പോകുന്ന ഒരു മഹാദുരന്തം. ഇത് ന്യൂയോർക്കിലും യൂറോപ്പിലും ഇറ്റലിയിലും ഒക്കെ സാറ് പറഞ്ഞ പോലെ എത്തേണ്ട ഒരു അന്വേഷണം തിരുവനന്തപുരത്തെ ഏതോ ഗല്ലിയിൽ വെച്ച് തീർക്കും. ഇതാണ് ഇതിന്റെ പ്രശ്നം. എന്നിട്ട് ഈ പോറ്റിയിൽ കൂടി വന്ന കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്ത് മണം പിടിച്ച് വിട്ടയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവസാനിക്കുന്നത്. ഇത്ര വലിയൊരു കേസ്, മല പോലെ വന്ന ഒരു കേസിനെ ഇങ്ങനെ ഒതുക്കിക്കളയാൻ കഴിയും. ഇതിനകത്ത് സാറി പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇപ്പൊ ഇവർ ചെയ്യുന്ന നമ്മൾ വിചാരിക്കും കടകംപള്ളിയും പ്രശാന്തിനെയും കോടതി ചോദിക്കുമ്പോൾ എല്ലാവരും ചോദ്യം ചെയ്തു. എന്താണ് ചോദ്യം ചെയ്യുന്നതിനകത്ത്? പോലീസ് വിചാരിച്ച ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ഒരു മൊഴി ഉണ്ടായിക്കൊണ്ട് അവിടെ ചെന്നിട്ട് അവരെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് വരും. കാരണം ഇതെല്ലാം ചോദ്യം ചെയ്തു, ഒന്നും കിട്ടിയില്ല, ഇന്നലെ തൊട്ട് മണിയെ ഒന്നും കിട്ടിയില്ലെന്ന് പറയും. അപ്പൊ ആ രീതിയിലേക്ക് ഈ സാറി പറഞ്ഞതുപോലെ ഇത് ക്ലോസ് ചെയ്ത് പോകും. അതായത് എങ്ങും എത്തത്തില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഏറ്റവും അവസാനം വരുന്ന ഈ പപ്പനും കൂടെ അവിടെ കിടന്ന് പുഴുക്കും. ഇരകളാക്കിയിട്ട് അവിടെ കൊണ്ട് തീർക്കും. ഇതിന്റെ ഒരു സങ്കടം എന്താണെന്നറിയാം സത്യത്തില്. ഇതുപോലൊരു കേസ് ഇങ്ങനെയാണ് അവസാനിക്കുന്നതെങ്കിൽ ഈ നീതിന്യായ സംവിധാനത്തിൽ ഇതുപോലെ എത്രയോ കേസുകൾ ഇങ്ങനെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടല്ലേ, നമ്മളിതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ടല്ലേ. നമ്മളിന് എത്രയോ കേസുകൾ ഇതിനു മുമ്പ് അമ്പലത്തിന്റെ കേസുകൾ, ദേവസ്വം ബോർഡിന്റെ കേസുകൾ, ഇതുപോലെ വിഗ്രഹം ഒട്ടിച്ച കേസുകൾ, അല്ലെങ്കിൽ വജ്രങ്ങൾ അമ്പലത്തിന് എടുത്ത കേസുകളൊക്കെ ഇതുപോലെ പോയതാ സാറേ. എങ്ങും എത്തിയിട്ടില്ല. അതിനുശേഷവും കൊള്ള നടക്കുക, ഇനിയും നടക്കും. കാരണം ഇതിന്റെ പുറകിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല, വലിയ പിടിമുറ്റാത്തവരാ. എന്നാലേ നടക്കും. പണത്തിന് മീതെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതി ആവുന്നത് നോക്കിയിട്ട് അവർക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പറ്റുമോ? ജസ്റ്റിസ് ഉദാഹരണത്തിന് സുധാകരൻ പിള്ള ഇറങ്ങി രാവിലെ കൊള്ള അന്വേഷിക്കാൻ പറ്റും? ഏൽപ്പിക്കാനല്ലേ പറ്റൂ. ആ ഏൽപ്പിക്കുന്നവരെ നിയന്ത്രിക്കാൻ, അവരെ വരുതിയിലാക്കാൻ ആരായാലും കഴിയുന്ന സംവിധാനങ്ങളാണ്. അത് കോൺഗ്രസിന്റെ രൂപത്തിൽ, CPM-ന്റെ രൂപത്തിൽ, BJP-യുടെ രൂപത്തിൽ. മടിയിൽ ഖനമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ ഈ വിഷയത്തിൽ അങ്ങനെയല്ലാന്നേ ഉള്ളൂ കനം, മേലാസകലം കനമാണ്. അതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.